പൂക്കയിൽ ഉണ്ണിയാൽ റോഡിൽ അങ്ങാടി എത്തുന്നതിന് മുമ്പ് കനോലി കനാലിന് കുറുകെ നിർമ്മിച്ച പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് ഈ റോഡിലൂടെയുള്ള ഭാരവാഹന ഗതാഗതം നിരോധിച്ചിട്ട് 4 മാസത്തിലേറെയായി. ഈ പാലത്തിലൂടെയുള്ള ബസ് സർവീസ് നിർത്തി. ഉണ്ണിയാൽ പാലത്തിൻ്റെ ഗതി എന്ത്? ഞാൻ ബൈജു അരിക്കാഞ്ചിറ. വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരൂരിൽ നിന്ന് കൂട്ടായി ഭാഗത്തേക്കും താനൂർ ഭാഗത്തേക്കും ധാരാളം ബസ് സർവീസ് നടത്തിയിരുന്നത് ഉണ്ണിയാൽ പാലത്തിലൂടെയായിരുന്നു. എന്നാൽ പാലത്തിൻ്റെ കേടുപാടുകൾ തീർക്കാനോ പുതിയ പാലം നിർമ്മിക്കാനോ അധികൃതർ യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് ജനം പറയുന്നത്. ഉണ്ണിയാൽ പാലം അപകടാവസ്ഥയിലായിട്ട് അതിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിട്ട് ഏകദേശം 4-5 മാസങ്ങളായി. എന്നാൽ വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഈ കാര്യം ഇപ്പോഴും യാതൊരു പ്രാധാന്യവുമില്ലാതെ ആ പാലം പുനർനിർമ്മിക്കാനോ അതിൻ്റെ മറ്റു അറ്റകുറ്റപ്പണികൾ നടത്താനോ യാതൊരു ശ്രമവും ഇതുവരെ നടന്നതായിട്ട് അറിവായിട്ടില്ല. ഉണ്ണിയാൽ പാലത്തിലൂടെയുള്ള ബസ് ഗതാഗതം നിരോധിച്ചത് മൂലം ധാരാളം വിദ്യാർത്ഥികളും നമ്മുടെ പറവണ്ണ TMG കോളേജ്, പറവണ്ണ സ്കൂള്, അതുപോലെ മലയാളം സർവകലാശാല എന്നിവിടങ്ങളിലേക്ക് പൂക്കയിൽ നിന്ന് വരേണ്ട കുട്ടികൾ വളരെ കറങ്ങിത്തിരിഞ്ഞാണ് ഈ ബസ് ഗതാഗതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ താനൂർ ഭാഗത്തു നിന്ന് ഉണ്ണിയാൽ പാലത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ബസ്സുകളും ഇപ്പോൾ പറവണ്ണ വന്ന് മുറിവഴിക്കൽ വഴി ജനതാ ബസാർ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ നടത്തേണ്ട ഒരു പ്രവൃത്തിയാണ് ഉണ്ണിയാൽ പാലത്തിന്റെ പുനർനിർമ്മാണം. എന്നാൽ അതിൽ ഇപ്പോഴും എന്തെങ്കിലും നടപടി എടുത്തുക്കണോ എന്ന് ചോദിച്ചാൽ അത് പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പുനർനിർമ്മാണത്തെക്കുറിച്ച് ഒരു കാര്യവും സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചതായിട്ട് അറിവായിട്ടില്ല. ഏതായാലും ബന്ധപ്പെട്ടവർ ഈ കാര്യത്തിൽ എത്രയും വേഗം ഉണ്ണിയാൽ പാലത്തിൻ്റെ പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതുവഴി യാത്ര ചെയ്തിരുന്ന പ്രദേശത്തുകാർ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. കൂടാതെ സർവീസ് നടത്തിയിരുന്ന ബസ് ജീവനക്കാർക്കും പ്രയാസം നേരിടേണ്ടി വരുന്നുണ്ട്. താനൂരിൽ നിന്ന് ഉണ്ണിയാൽ വഴി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ ഉണ്ണിയാലിൽ നിന്ന് പറവണ്ണ വന്ന് മുറിവഴിക്കൽ ജനതാ ബസാർ വഴി കറങ്ങി പഞ്ചാരമൂലയിലെത്തി തിരൂരിലേക്ക് പോകണം. ദൂരം കാരണം ബസ്സുകാർക്ക് സമയക്രമം പാലിക്കാനും കഴിയുന്നില്ല. ഈ പാലത്തിൻ്റെ ശോചനാവസ്ഥ കണ്ട് 2 തവണ എന്നിട്ട് ഇത് അടച്ചിട്ടു. ഇത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, തിരൂരിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, അതായത് താനൂരിൻ്റെ ഇവിടുന്ന് അങ്ങാടി മുതൽ ഇങ്ങോട്ടേക്ക് ആളുകളെല്ലാം ആശ്രയിക്കുന്ന ഒരു പാലമാണിത്. ഈ പാലം 2 തവണ അടച്ചിട്ടിട്ടും ഇത് തുറന്ന് ജനങ്ങൾക്ക് അത്രത്തോളം ആവശ്യം ഉണ്ടായതിൻ്റെ മേലില്ല. എന്നിട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കാണുന്നില്ല. അധികാരികൾ വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാത്തത് കാരണം പല തവണകളായിട്ട് ഇത് തുറന്നിട്ടില്ല. ഇതിന് ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ നമ്മുടെ ഗുജറാത്തിലുണ്ടായിരുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. പാലം തകർന്നു വീണ ഒരു അവസ്ഥ, ടാങ്കർ വരെ കുടുങ്ങിയത്. അതിനേക്കാൾ വലിയൊരു ദുരന്തം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ പാലത്തിന്റെ അവസ്ഥ നേരത്തെ ഒരുപാട് ബ്ലോഗർമാരും ആൾക്കാരൊക്കെ വന്ന് നിലവിലെ എല്ലാ സാഹചര്യങ്ങളും കാണിച്ച്
ഇതിൻ്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി കാണിച്ചു കൊടുത്തതാണ്. പക്ഷെ അതിന് ഒരു ബദൽ സംവിധാനം, ഇത് അടച്ചിടുക എന്നല്ലാതെ ഇതിനൊരു ബദൽ സംവിധാനം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാതെ ജനങ്ങൾ ഈ വിഷയത്തിൽ മാറി നിൽക്കില്ല. കാരണം എങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാലും ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് മേലെ ആളുകൾ ഈ റൂട്ടിൽ തന്നെ പോകുള്ളൂ. എങ്ങനെ ആയാലും ഇതിനൊരു ബദൽ സംവിധാനം കാണുകയാണെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും, ഇതിനൊരു പരിഹാരം കാണുന്നതനുസരിച്ച് ഇതിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികളായ നമ്മുടെ പഞ്ചായത്ത് അതുപോലെ തന്നെ MLA ആളുകളൊക്കെ ഒരു അടിയന്തരമായിട്ട്, നമ്മുടെ മന്ത്രിയും കൂടിയാണ് MLA, അപ്പോൾ അവരൊക്കെ അടിയന്തരമായി ഒരു ഇടപെടൽ നടത്തി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രശ്നപരിഹാരത്തിന് ഉടൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ദിവസം ബസ് ഉടമകൾ പണിമുടക്കിയിരുന്നു. ധാരാളം വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഇതുവഴി പറവണ്ണ, കൂട്ടായി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സ്കൂളുകളിലേക്കും വാക്കാട് TMG കോളേജിലേക്കും മലയാളം സർവകലാശാലയിലേക്കും യാത്ര ചെയ്യുന്ന പ്രധാന റോഡാണ് പൂക്കയിൽ ഉണ്ണിയാൽ റോഡ്. ഈ റോഡിൽ ഗതാഗതം നിരോധിച്ചതുകൊണ്ട് യാത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ട്. നിറമരുതൂർ പഞ്ചായത്തിലെ തീരദേശ ഭാഗത്തുള്ളവരും വെട്ടം താന്നാളൂർ പഞ്ചായത്തിലുള്ളവരും ഈ പാലത്തിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. ഒരു 5 മാസത്തിനടുത്തായി നമ്മൾ ഈ പാലം ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് അധികാരികൾ ആരും തിരിഞ്ഞു നോക്കണില്ല എന്ന് തന്നെ പറയാം. നിറമരുതൂർ പഞ്ചായത്തിൽ മൊത്തം 17 വാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ 3 വാർഡുകൾ മാത്രമാണ് ഈ പാലത്തിന്റെ പടിഞ്ഞാറ് കരയിലുള്ളത്. ബാക്കി വരുന്ന 14 വാർഡുകളും കിഴക്കൻ മേഖലയിലാണ്. നമ്മുടെ നിറമരുതൂരിലെ ഈ PHC ഹോസ്പിറ്റല് ഇവിടെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളാണ്. അവർക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം ഈ പാലാണ്. ഈ പാലം ബ്ലോക്കായിട്ട് ഇപ്പോൾ മങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരു പ്രദേശം തന്നെ ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഉണ്ണിയാലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നോക്കിയാൽ അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട് നീക്കിയാലും കാണാം. ആദ്യമായിട്ട് വരുന്നവർ വിചാരിക്കും ഇവിടെ ഹർത്താലാണെന്ന്. ആ രീതിയിൽ ഇപ്പോ വ്യാപാരികളും ബുദ്ധിമുട്ടിലാണ്, ഓട്ടോ തൊഴിലാളികൾ ബുദ്ധിമുട്ടിലാണ്, ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള യാത്രക്കാർ ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ തിരൂരിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 5 കിലോമീറ്റർ ചുറ്റി കറങ്ങിയിട്ട് വേണം, പറവണ്ണ വഴി വന്നിട്ട് വേണം തിരൂരിലെത്താൻ. അപ്പോ ഈ പാലത്തിന്റെ ഈ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് അധികാരികളൊന്ന് പരിഹരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇതിപ്പോ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നല്ല. ഈ പാലം എന്ന് പറഞ്ഞാല് ഒരു പ്രദേശത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഈ പാലം ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു പോകും. അതിന്റെ പേരിൽ ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പാലം പുനർനിർമ്മിക്കാനുള്ള പരിപാടി എടുക്കണം. ഈ ജനങ്ങളെ ക്ഷമ ഭരണാധികാരികൾ പരീക്ഷിക്കരുത്. അത് പ്രതിപക്ഷമായാലും ശരി, ഭരണപക്ഷമായാലും ശരി. ഈ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പറയുന്നത് അവരായിട്ട് സ്വയം കയറിയിരുന്നതല്ല, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ ഇത് ഭരണകർത്താക്കള് വേണ്ട രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടി ഉൾക്കൊണ്ടിട്ട് ഈ പാലം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തേവർക്കടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകാൻ രോഗികൾ ഈ പാലമാണ് ആശ്രയിക്കുന്നത്. ചക്കരമൂല, പഞ്ചാരമൂല, ഉണ്ണിയാൽ വഴി താന്നൂരിലേക്കുള്ള ബസ് റൂട്ടും തിരൂർ പൂക്കയിൽ ഉണ്ണിയാൽ വഴി കൂട്ടായിലേക്കും ഈ പാലത്തിന് മുകളിലൂടെയായിരുന്നു ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നത്. ഉണ്ണിയാൽ പറവണ്ണ റൂട്ടിൽ ബസ്സില്ല. പറവണ്ണയിൽ നിന്ന് തിരിഞ്ഞ് മുറിവഴിക്കൽ ജനതാമസാർ വഴിയാണ് തിരൂരിലേക്ക് പോകുന്നത്. പാല നിർമ്മാണത്തിന് സാവകാശമെടുക്കുകയാണെങ്കിൽ താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടിരുന്നെങ്കിലും നിരാശയാണ് ഫലമെന്ന് നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി പറഞ്ഞു. ഉണ്ണിയാൽ പാലം അടച്ചിട്ടതുമായി ബന്ധപ്പെട്ട് ഒരു പ്രദേശം മുഴുവനും വളരെ പ്രയാസപ്പെടുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ തീരദേശം 3 വാർഡുകൾ പഞ്ചായത്തിൽ നിന്ന് ഏകദേശം ഒറ്റപ്പെട്ട രൂപത്തിലാണ് കഴിയുന്നത്. നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ പഞ്ചായത്തിലെ രോഗികൾക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന, അവർക്ക് ചികിത്സ ലഭിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക്
സാധിക്കുന്ന ഒരു പാലമായിരുന്നു ഉണ്ണിയാൽ പാലം. അത് അടച്ചതോടുകൂടി രോഗികളൊക്കെ വലിയ പ്രയാസം അനുഭവിക്കണം. അതുപോലെ തന്നെ നമ്മുടെ തുഞ്ചൻ കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ, നിറമരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ, ചീറാങ്കടപ്പുറം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും, അതുപോലെ നമ്മുടെ മലയാളം സർവകലാശാലയിലേക്ക് പോകുന്നവർക്കൊക്കെ സഹായകമായിരുന്ന, ഏറ്റവും പെട്ടെന്ന് തിരൂരിൽ നിന്ന് എത്താൻ കഴിയുന്ന ഒരു പാലമാണ് ഏകദേശം 5 മാസത്തോളമായി അടച്ചിരിക്കുകയാണ്. ഫെബ്രുവരി അവസാന വീക്കിലാണ് ബഹുമാനപ്പെട്ട തിരൂരത്തെ AXC ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ വിവരം അറിയിക്കുന്നത്. ഇങ്ങനെ ഒരു പാലത്തിൻ്റെ അപകടാവസ്ഥയുണ്ട്, എത്രയും പെട്ടെന്ന് ആ പാലത്തിൻ്റെ അപകടാവസ്ഥ പരിഹരിക്കാതെ ഇനി വാഹനങ്ങൾ ഓടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് AXC പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രാഫിക് സേഫ്റ്റി കമ്മിറ്റി പഞ്ചായത്തിൽ വിളിച്ച് കൂട്ടണമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ഫെബ്രുവരി 24-ാം തീയതി പ്രസ്തുത കമ്മിറ്റി ചേരുകയും ആ കമ്മിറ്റിയിൽ എല്ലാ അതിൻ്റെ കൺസേൺഡ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ പങ്കെടുത്ത യോഗത്തിൽ പാലം അപകടാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അടച്ചിടാൻ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനത്തിൻ്റെ കൂടെ തന്നെ അവിടെ ഉയർന്നു വന്ന വലിയൊരു നിർദ്ദേശമാണ് പാലം അടച്ചിടുകയാണെങ്കിൽ ബദൽ സംവിധാനം വേണമെന്നുള്ളത്. ഒരു സമാന്തരമായ പാലം തൽക്കാലം അവിടെ ഉണ്ടാക്കി പ്രശ്നം പരിഹരിക്കണമെന്നുള്ളത് ആ സമയത്ത് തന്നെ അവിടെ ചേർന്ന യോഗത്തിൽ ഉയർന്നു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാലക്കാടുള്ള ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും എത്രയും പെട്ടെന്ന് വന്ന് ഈ പാലത്തിൻ്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തി പാലം അപകടാവസ്ഥയിലാണെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഈ പാലം കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ നമ്മൾ വെച്ച നിർദ്ദേശം, അവിടെ കൂടിയ എല്ലാവരുടെയും നിർദ്ദേശമാണ് ബദൽ സംവിധാനം വേണം പാലം വരുന്നത് വരെ. അപ്പോൾ ബദൽ സംവിധാനം എന്ന് പറഞ്ഞ ഏകദേശം 5 മാസത്തോളം ആയി. ഇനി ഇതുവരെയും ബദൽ സംവിധാനമായിട്ടില്ല എന്നുള്ളത് ആ പ്രദേശത്തുകാർ വലിയ പ്രയാസമാണ്. ബസ്സൊക്കെ ഇപ്പോൾ പറവണ്ണ വഴി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിയാൽ മുതൽ പറവണ്ണ വരെ ബസ്സില്ലാത്തൊരവസ്ഥ ഉണ്ട്. പിന്നെ അതുപോലെ മാത്രമല്ല, നമ്മളെ ഈ തീരദേശവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലം എന്ന നിലയ്ക്ക് അത് എത്രയും പെട്ടെന്ന് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കണം. പാലത്തിൻ്റെ പണി ഇന്നെടുക്കും നാളെടുക്കും അതിന് ഓർഡർ ആവും എന്ന് പറയുന്നു എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ തീരുമാനം നമുക്ക് അറിയാനും കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തീരദേശ പഞ്ചായത്താണ്. അവിടെ ഉള്ളവർക്കൊക്കെ തന്നെ പഞ്ചായത്തിലേക്ക് വരാനും അവരുടെ കാര്യങ്ങൾ നടത്തി തിരിച്ചു പോകാനും കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാതെ പോയി എന്നുള്ളത് ആ പ്രദേശത്തുകാരെ വളരെ പ്രയാസപ്പെടുന്നതാണ്. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് അവിടെ അടിയന്തിരമായി പാലം ബദൽ സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ നമുക്കറിയാം PWD പാലമാണ്. PWD ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് ഒരു കൈക്കോട്ട് മണ്ണ് അവിടെ ഇടാനോ ഒരു കൈക്കോട്ട് മണ്ണ് ഇങ്ങോട്ട് എടുക്കാനോ PWDൻ്റെ സ്ഥലത്ത് സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പഞ്ചായത്താണിത് ഇതിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് ചില ആളുകളുടെ അവരുടെ ധാരണക്കുറവ് കൊണ്ടായിരിക്കാം പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ അബ്സല്യൂട്ട്ലി പഞ്ചായത്ത് നമ്മളിതിൽ പങ്കാളിയല്ല. ഇതിന് പരിഹരിക്കേണ്ടത് PWD ആണ്. അതിന് വകുപ്പ് മന്ത്രിയും നമ്മുടെ പ്രദേശത്തെ MLAയുമാണ് കാര്യമായിട്ട് അക്കാര്യത്തിൽ ഇടപെടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്രയും പെട്ടെന്ന് അടിയന്തര സംവിധാനം വേണം. പഞ്ചായത്തിലെ ജനങ്ങൾ കൂടുതൽ ആസ്പത്രിയും അതുപോലെ തന്നെ അവിടുത്തെ ടൂറിസത്തിന് കൂടുതൽ സാധ്യതയുള്ളൊരു പ്രദേശമാണ് ഉണ്ണിയാൽ. പിന്നെ നമുക്കറിയാം അഴീക്കൽ ബീച്ചിലൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്നിരുന്നതൊക്കെ പല വഴികളിലൂടെയാണ് അവിടെ എത്തപ്പെടുന്നത്. അത് സ്വാഭാവികമായിട്ടും ആ മേഖലയെ ക്ഷീണിപ്പിക്കുകയും അവിടുത്തെ വാണിജ്യ മേഖലയെയും അവിടുത്തെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിനെ ഒക്കെ ബാധിക്കുന്നതാണ് ഈ പാലം ഇങ്ങനെ അലക്ഷ്യമായി അടച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ താൽക്കാലിക പാലം നിർമ്മിക്കുകയും യഥാർത്ഥത്തിൽ അവിടെ വരേണ്ട പാലത്തിന് അടിയന്തിരമായി സർക്കാർ ഫണ്ട് വകയിരുത്തി ചെയ്യേണ്ടതുമാണ്. ഗവൺമെൻറ് തലത്തിൽ അവരുടെ അന്വേഷിക്കുമ്പോൾ 23 കോടിയൊക്കെ മാറ്റിവെക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ ഇറങ്ങിയതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. ഏതായാലും അവിടെ പാലം എത്രയും പെട്ടെന്ന്
പണി പൂർത്തിയാക്കുകയും ആ പണി പൂർത്തിയാക്കുന്ന സമയത്തിനിടക്ക് ബദൽ സംവിധാനം പാലം അവിടെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സ്ഥലം MLA-യും കായിക വകുപ്പ് മന്ത്രിയുമായ വി. അബ്ദുറഹ്മാൻ ഉണ്ണിയാൽ പാലം പുനർനിർമ്മാണത്തിനായി ഭരണാനുമതി ലഭ്യമാക്കാൻ പ്രപ്പോസൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഉണ്ണിയാൽ പാലവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വളരെയധികം പ്രയാസത്തിലാണ്. പാലത്തിന്റെ പണി ഉടനെ പൂർത്തീകരിക്കണ നടപടിയായിട്ട് പോകണമെന്നുള്ള അഭിപ്രായമാണ് പൊതുവിലുള്ളത്. ബന്ധപ്പെട്ട അധികാരികളായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച നടത്തിയിരുന്നു. 15 കോടി ഉറുപ്പികയിൽ മുകളിൽ വരുന്ന പദ്ധതികൾ ധനകാര്യ വകുപ്പ് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ധനകാര്യ വകുപ്പിന്റെ കയ്യിലാണ് ഈ ഫയൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഉടനെ പരിശോധിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഉടനെ പരിശോധിച്ച് അതിന്റെ നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. 2 ദിവസം മുമ്പോട്ടും ബഹുമാനപ്പെട്ട വി. അബ്ദുറഹ്മാൻ അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതാണ് പൊതുവെ സ്ഥിതി. അടിയന്തരമായിട്ട് കുറെ പ്രയാസങ്ങൾ ഈ മേഖലയിലെ പാലവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാൽ ഉടനെ തന്നെ തീർക്കണം, ഗതാഗത യോഗ്യമാക്കണം എന്നുള്ളത്. താൽക്കാലികമായിട്ട് അഡീഷണൽ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നടപടിയും പുരോഗതി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതും അതുപോലെ ഈ താൽക്കാലിക പദ്ധതികളും ഇതിൻ്റെ കൂടെ പൂർത്തീകരിച്ച് നടപടി എടുക്കണം എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. വേറെയുള്ള ജനങ്ങൾക്കുള്ള പ്രയാസങ്ങൾ തീർക്കണം എന്നാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് അത്രേ പറയാനുള്ളൂ. മറ്റുള്ളത് നടപടിയായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്റർ പോകുന്നുണ്ട്. അതുകൊണ്ട് പൂർത്തീകരിക്കും എന്നുള്ള ഒരു ഉറപ്പാണുള്ളത്. താൽക്കാലിക പാലം ആവണം എന്നുള്ളതിൽ തന്നെ താൽക്കാലിക സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബന്ധപ്പെട്ട അധികാരിയോട് പറഞ്ഞിരുന്നത്. അത് അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞത്. മറ്റു നടപടി ആയി എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. എന്നാലും ഇതിനെപ്പറ്റി ധനകാര്യ വകുപ്പിന്റെ കയ്യിലാണ് ഇപ്പോൾ ഫയലുള്ളത്. ഉടനെ അതിന് പരിഹാരമാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എത്രയും വേഗത്തിൽ ഭരണാനുമതി വാങ്ങി പാലം പുനർനിർമ്മാണം ആരംഭിക്കണം. പുനർനിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക ഗതാഗത സംവിധാനം ഒരുക്കുകയുമാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.